ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ്. അദ്ദേഹം ചോദിച്ചത് നമ്മൾ ഈ പുറത്ത് സ്റ്റേജുകളിൽ പാടുമ്പോഴും നമ്മൾ ഈ ഇൻഡോറിനകത്ത് വരുന്ന ഒരു റൂമിനകത്തിരുന്ന് പാടുമ്പോഴുള്ള വ്യത്യാസം, അതിൻ്റെ സൗണ്ടിൻ്റെ മാറ്റമൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ഞാൻ ഈ സംഗീതത്തെക്കുറിച്ച് പാട്ടിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് എനിക്ക് പറയാനുള്ളൊരു ഇതില്ല. കാരണം ഞാൻ ശരിക്കും മൈക്കെടുത്ത് പാട്ട് തുടങ്ങിയത് ഏകദേശം 1 വർഷം ആയിട്ടുണ്ട്. ഇത്രയും കാലം ഞാൻ ഇതിനെ എനിക്ക് പാടാനുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. ഏത് പഴയ പാട്ടുകളും അത് അറിയുകയും ചെയ്യാതെ ഇന്ന ആൾ എഴുതിയതാണ്, ഇന്ന ആൾ അത് ട്യൂൺ ചെയ്യാനുള്ള കാര്യങ്ങളായി. പക്ഷെ പാടാനുള്ളൊരു എന്തോ അങ്ങനെ എടുത്തോണ്ട് പോയി. അങ്ങനെ 1-2 പാട്ട് അടിപൊളി പാടിയപ്പോൾ അങ്ങനൊരു പാട്ട് തുടങ്ങിയതാണ്. അദ്ദേഹം ചോദിച്ചത് അതിന് അധികമായിട്ട് പറയാൻ എനിക്കറിയില്ല. എന്നാലും എൻ്റെ അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ, ഈ നമ്മൾ ഈ റൂമിനകത്ത് ഇരുന്ന് പാടുന്ന പാട്ടിനേക്കാളും ഒന്നും കൂടി പെർഫെക്റ്റായിട്ട് ശ്രോതാക്കൾ പ്രേക്ഷകർക്കത് ഫീൽ ചെയ്യുന്നത് ഏതായാലും ഔട്ട്ഡോർ ഭാഗത്താണ്. പുറത്തൊരു സ്റ്റേജിൽ പാടുകയാണെങ്കിൽ നമുക്ക് കേൾക്കുന്ന നമ്മൾക്കും അതൊരു പ്രത്യേക ഫീൽ തോന്നും. അപ്പോൾ നമ്മൾ സൗണ്ടിന് നമുക്ക് നമ്മളേതായ ബാധിക്കുന്നില്ല. നമ്മൾ പുറത്ത് പാടുമ്പോഴും അകത്ത് പാടുമ്പോഴും നമ്മുടെ സൗണ്ടിൽ തന്നെ നമ്മൾ പാടുന്നത്. പക്ഷെ അത് കേൾക്കുമ്പോഴുള്ള ഒരു ഫീലാണ് നമ്മൾക്ക് മോണിറ്റർ സ്പീക്കറിൽ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് നമ്മുടെ സൗണ്ട് വ്യത്യാസം ഉണ്ടാകുന്നതാണ്. അതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എൻ്റെ മറുപടി തൃപ്തികരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രസംഗത്തെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ വിജയ് സാറുണ്ട്. അതിൻ്റെ കൃത്യമായ മറുപടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടും. എന്നാലും ഇവിടെ ഈ ബ്രൈറ്റ് അക്കാദമിയിൽ കുറച്ച് ദിവസം വന്നൊരു പരിചയത്തിൻ്റെ മുകളിലും പിന്നെ സാറിനായിട്ടുള്ള ബന്ധത്തിൻ്റെ മുകളിലും കുട്ടി ചോദിച്ച ചോദ്യം നല്ല ചോദ്യമാണ്. അതിനെക്കുറിച്ച് എനിക്ക് അറിയുന്ന രൂപത്തിൽ എനിക്ക് പറയാൻ കഴിയുന്ന മറുപടി, നമ്മളൊരു സദസ്സിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ടോപ്പിക്ക് തരികയാണെങ്കിൽ, ഉദാഹരണം ഒരു ഫാന് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പി, എന്തിനെ കുറിച്ചിട്ട് നമുക്ക് ടോപ്പിക്ക് തരികയാണെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊരു 2-3 മിനിറ്റ് സംസാരിക്കണമെങ്കിൽ നമുക്ക് നമ്മുടേതായ വളർത്തിയെടുക്കാൻ ഏറ്റവും നല്ല മാർഗം വായനയാണ്. നമ്മൾ ജസ്റ്റ് പത്രങ്ങളിലും എല്ലാ ദിവസവും പത്രം ഒന്ന് കണ്ണോടിച്ച് പോയാലും വേറെ വായന നമുക്ക് സമയമില്ലെങ്കിലും ഡെയിലി വരുന്ന പത്രങ്ങളൊന്ന് കണ്ണോടിച്ച് നമ്മൾ ഡെയിലി അത് ശീലമാക്കി മാറ്റിയാൽ നമുക്ക് ഏത് വിഷയത്തിലും സംസാരിക്കാൻ കഴിയും. അധികമായിട്ടല്ലെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും അതിനെക്കുറിച്ചിട്ട് നന്നായിട്ട് സംസാരിക്കാൻ പ്രത്യേകിച്ച് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഒരു വായനാശീലത്തിൽ നിന്ന് നമുക്കത് കണ്ടെത്താൻ കഴിയും. എൻ്റെ മറുപടി കൃത്യമാണെന്ന് വിശ്വസിക്കുന്നു. പേര് ആദ്യം പറയട്ടെ. നമ്മൾ ചോദിക്കുന്ന ജിതിന് വളർന്നു വരുന്ന കുട്ടിയാണ്. അദ്ദേഹം കുട്ടി നല്ലൊരു പാട്ടുകാരനാവാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒന്നും കൂടി പറയാൻ കഴിയും. കുട്ടി ചോദിച്ചത് നമുക്ക് പേടി വിതുമ്പാനൊക്കെ വരുന്നുള്ളതാണ്. അത് നമുക്ക് ഉള്ളത് ചെയ്യാനുള്ളത് നമ്മൾ പ്രാക്ടീസ് തന്നെയാണ്. അപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊരു SN മ്യൂസിക് അക്കാദമിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സജിത് തമ്പിയാൻ പറഞ്ഞ ഒരു യൂട്യൂബിലൊക്കെ അടിച്ച അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു 1000-ഓളം ശിഷ്യന്മാരൊക്കെ ഉണ്ടാകും. അത്രയും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ് കൊടുക്കുന്നൊരു സാറാണ്. ആ സാറിൻ്റെ കീഴിൽ കുറച്ച് കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൻ്റെ കൂടെയൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ പാട്ടെന്ന് പറയുന്നത് നമുക്ക് ഇത് ആദ്യമായി നമുക്ക് മാറ്റിയെടുക്കേണ്ടത് നമ്മുടേതായ ഒരു പേടി. അതിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ ആദ്യം നമ്മൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു മൈക്കെങ്കിലും ചെറിയൊരു 100-300-400 രൂപ കൊടുത്ത ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്നൊരു മൈക്കുണ്ട്. ആ മൈക്ക് മേടിച്ച് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് പ്ലേ ചെയ്തിട്ട് കാര്യമൊക്കെ പ്ലേ ചെയ്ത് നമുക്ക് വീട്ടിനകത്തിരുന്ന് പാടാം. അപ്പോൾ നമ്മൾ ഒരു പാട്ട് നമുക്ക് ഒരു പ്രാവശ്യം പാടിയാൽ അത് 2ാമത്തെ പ്രാവശ്യം പാടുമ്പോൾ നമുക്ക് ഒന്നുകൂടി കോൺഫിഡൻസ് വരും. അങ്ങനെ 3-4 പ്രാവശ്യം പാട്ട് പാടി കഴിഞ്ഞാൽ പാട്ടിൻ്റെ പേടി നമുക്ക് അവിടെ തീർന്നു. പിന്നെ നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോഴത്തേന് അത് പേടി തോന്നില്ല. പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ആ പാട്ട് എങ്ങനെ നന്നാക്കാമെന്നുള്ള കാര്യമാണ്. അതിന് ഏറ്റവും അനുയോജ്യമായ കാര്യം നമ്മൾ പാടാൻ ഉദ്ദേശിക്കുന്ന പാട്ട് ഒരു പ്രാവശ്യമല്ല, ചുരുങ്ങിയത് ഒരു 10-15 പ്രാവശ്യമെങ്കിലും
കേൾക്കുക എന്നാണ്. കേട്ടിട്ട് നമ്മൾ വേറെ ഒന്നും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ എല്ലാം കേൾക്കണം. നമ്മൾ ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് മൈൻഡ് ആ പാട്ടിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ട്യൂണും എവിടെയാണ് നിർത്തുന്നത്, എവിടെയാണ് തുടങ്ങേണ്ടത്, ആ ഗായകൻ എവിടെയാണ് ശ്രുതി, അതിൻ്റെ താളം, ഭാവം എല്ലാം നമുക്ക് ഒരു നമ്മുടെ സാറൊക്കെ എന്നോട് പറഞ്ഞുള്ളത് മിനിമം 50 പ്രാവശ്യമെങ്കിലും ആ പാട്ട് കേട്ടിട്ട് നമുക്ക് ആ പാട്ട് പാടാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് 50 പ്രാവശ്യം കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മിനിമം ഒരു 10 പ്രാവശ്യമെങ്കിലും ഒരു പാട്ട് തുടർച്ചയായിട്ട് കണ്ടിന്യൂ ആയിട്ട് നമ്മളെ പാട്ട് കേൾക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് നമുക്ക് ആ പാട്ട് പാടാൻ കഴിയും. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും പാട്ട് പാടാൻ കഴിയുന്നതാണ്. പക്ഷെ എല്ലാവർക്കും പാടാൻ പറഞ്ഞു. പക്ഷെ പാട്ടിൻ്റെ രൂപത്തിൽ ഇപ്പോൾ ചില വാക്കുകളൊക്കെ ഏറ്റക്കുറിച്ചിലൊക്കെ ഉണ്ടാവും, ചെറിയ ചെറിയ സംഗതികളൊക്കെ വരും. അപ്പോൾ എല്ലാവരും പാട്ടിൻ്റെ നല്ല ഇമ്പം കിട്ടുമല്ലോ. അത് ശരിയാക്കാൻ സാറിന് കിട്ടിപ്പണിയുള്ളൂ. അയ്യോ, ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ്. അദ്ദേഹം ചോദിച്ചത് പല ആളുകൾക്കും പല രൂപത്തിലും പാടാൻ കഴിയുന്നുണ്ട്. അത് നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എന്താണ് അത്. ഇപ്പം നമുക്കതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും യേശുദാസിനെ പോലെ പാടണമെന്ന് ആഗ്രഹിച്ച് പാടരുത്. അല്ലെങ്കിൽ എം.ജി. ശ്രീകുമാറിൻ്റെ പോലെ തന്നെ ആ പാട്ടിലേക്ക് പാടണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ പാടിക്കഴിഞ്ഞാൽ നമുക്ക് പാടാൻ കഴിയില്ല. കാരണം യേശുദാസ്, എം.ജി. ശ്രീകുമാർ അല്ലെങ്കിൽ കണ്ണൂർ ഷെരീഫ്, ആ മേഖല എന്ന് പറയുന്നത് വേറൊരു മേഖലയാണ്. നമുക്ക് നമ്മുടേതായ സൗണ്ട്. ഇപ്പം എൻ്റെ സൗണ്ടല്ല ഫൈസൽ സാറിൻ്റെ സൗണ്ട്, അദ്ദേഹത്തിൻ്റെ സൗണ്ടല്ല അഷ്റഫിൻ്റെ സൗണ്ട്. പല ആളുകൾക്കും പല സൗണ്ട്, പല ശബ്ദമാണ് ദൈവം തന്നിരിക്കുന്നത്. അപ്പോൾ ആ സൗണ്ടിന് നമ്മൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു സംഗീതത്തിൽ ഒരു പാട്ടിൽ 3 ഘടകങ്ങളാണ്: ശ്രുതി, താളം, ഭാവം. ഈ 3 സംഗതികൾ ഒത്തുചേർന്നാണ് ഒരു സംഗീതമാകുന്നത്. അപ്പം നമ്മളൊരു ഫീല് കൊടുക്കാതെ ഒരു പാട്ട് പാടുകയാണെങ്കിൽ ആ പാട്ടിന് ഒരു ജീവൻ ഉണ്ടാവില്ല. അപ്പം നമ്മളിപ്പോൾ മുന്നേ പാടി കഴിഞ്ഞാൽ രാവിലെ ആ പാട്ട് അത് താരാട്ട് പാട്ടാണ്. നമ്മൾ താരാട്ട് കുട്ടിനെ ഉറക്കുന്ന ഒരു ഫീല് ആ പാട്ടിൽ കൊടുക്കാനുള്ള കേൾക്കുന്ന ആൾക്ക് ആ പാട്ടിനൊരു സത്ത ഉൾക്കൊള്ളാൻ കഴിയുന്നു. മറ്റേ നമ്മളിപ്പോൾ ആ പാട്ട് നമുക്ക് അതേ ശ്രുതി അല്ലെങ്കിൽ അതിൻ്റെ താളം തെറ്റാതെ പാടാൻ കഴിയും. ഇല്ലുമിനാറ്റി രീതിയിലാണ് നമ്മൾ പാടണമെങ്കിൽ ആ പാട്ടിൻ്റെ സത്ത അവിടെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ അത് ഓരോ പാട്ടിനും ഫീല്, അത് പ്രാധാന്യമാണ്. ഏറ്റവും നന്നായിട്ട് ആ പാട്ട് എന്താണോ പറയുന്നത്, നമുക്ക് പാട്ട് സന്ദേശമാണ്. ആ സന്ദേശം ഉൾക്കൊണ്ടിട്ട് ആ പാട്ട് എന്താണോ നമ്മളോട് പറയുന്നത് അതേ രൂപത്തിൽ ഫീൽ ചെയ്ത് പാടിയാലുള്ളൂ ഏകദേശം ഒരു 60% നമുക്ക് ആ പാട്ടിനെ വിജയിപ്പിക്കാൻ കഴിയുന്നു. എൻ്റെ മറുപടി തൃപ്തികരമായി ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മുന്നിൽ എനിക്ക് ചോദിക്കാനുള്ളത്, പാട്ട് ചില പാട്ടുകൾ ചെറിയ വരികളുള്ള പാട്ടായിരിക്കും, മറ്റു ചിലത് വലിയ വരികളുള്ളതായിരിക്കും. ചെറിയ വരികളുള്ള പാട്ടുകൾ പെട്ടെന്ന് പാടാൻ സാധിക്കും. വേറെ ചിലത് ചെറിയ വരികളാണെങ്കിലും ഒരുപാട് നീട്ടാനുള്ള പാട്ടുകളുണ്ടായിരിക്കും. അതിന് നമ്മൾ ശ്വാസം കൺട്രോൾ ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഈ കൂടുതൽ ശ്വാസം പിടിച്ച് വരികൾ മുറിയാതെ, വാക്കുകൾ മുറിയാതെ പാടാൻ എങ്ങനെയാണ് സാധിക്കുക? സാറ് നല്ലത് ചോദിച്ച ചോദ്യമാണ്. കാരണം പാട്ടിൽ ഏറ്റവും പ്രധാനമുള്ള ഒരു സംഗതിയാണ് ഈ ശ്വാസം നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളത്. സാർ ചോദിച്ച ചോദ്യമാണ്. അതിനെ എനിക്ക് കൃത്യമായ ഉത്തരം പറയാൻ കഴിയില്ലെങ്കിലും അത് നമുക്ക് ഇപ്പോൾ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ ഈ സാറിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ സാറ് ഞങ്ങളെ കൊണ്ടൊക്കെ ആദ്യം ചെയ്യിപ്പിച്ചത് കുറച്ച് ക്ലാസ് ടോപ്പിക്കൊക്കെ എടുത്തതിന് ശേഷം ഓരോരുത്തരെ കളികളെ കൊണ്ട് ശ്വാസം എത്ര സമയം പിടിച്ചു നിർത്താൻ കഴിയും എന്നുള്ള ഒരു ടെസ്റ്റ് അദ്ദേഹം കൊണ്ട് ചെയ്യിച്ചു. അതിൽ എക്സലൻ്റുള്ള ആളുകളുണ്ട്, ആവറേജുള്ള ആളുകളുണ്ട്, അങ്ങനെ പല കാറ്റഗറിയായിട്ട് തിരിച്ചു. അപ്പോൾ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ എക്സലൻറ്റിൽ പെട്ട ഒരാളായിരുന്നു. എത്ര സമയം ശ്വാസം പിടിച്ചു നിർത്താൻ കഴിയും എന്നുള്ളതാണ്. അതിനെ കൂടെ അദ്ദേഹം രണ്ടാമത്തെ ഘടകമായിട്ട് ശ്വാസം പിടിച്ചു നിർത്തുന്നതോട് കൂടിയിട്ട് ഒരു സ്വരം അല്ലെങ്കിൽ ആ എന്നുള്ളത്, നമ്മൾ ശ്വാസം പിടിച്ചു നിർത്താൻ ചിലപ്പോൾ നമുക്ക് 2 മിനിറ്റോ അല്ലെങ്കിൽ 1.5 മിനിറ്റോ കഴിയും. പക്ഷെ അതിൽ കൂടെ നമ്മൾ ശ്വാസം പിടിച്ചു നിർത്തുകയല്ല പാട്ട് നമ്മൾ ഔട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ എന്നുള്ളൊരു സ്വരം നമ്മൾ എത്ര സമയം നീട്ടാൻ കഴിയും എന്നുള്ളതുള്ളൊരു ടെസ്റ്റ് അദ്ദേഹം ചെയ്തു.
അതിലും ഏറെക്കുറെ തരങ്ങളില്ലാത്ത രീതിയിൽ എന്നെ കൊണ്ട് സാധിച്ചു. പിന്നെ അതിന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് രീതികളുണ്ട്. ശ്വാസം നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് രീതികൾ. നമ്മളിപ്പോൾ ഉദാഹരണം ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളത് പതിയെ 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 ചെയ്യേണ്ട കാര്യം ഒറ്റയടിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് ആദ്യം ഒരു 10-15 സെക്കൻഡൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ, പിന്നീട് അത് നീട്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഉള്ളിലേക്ക് 1 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് പിന്നെ ഈ രൂപത്തിൽ നമ്മൾ ആ ശ്വാസത്തിനെ പുറത്തോട്ട് ഔട്ട് ചെയ്യാം. അത് ഏകദേശം തുടക്കത്തിൽ നമുക്ക് ഒരു 10-15 സെക്കൻഡൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അതിങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 20-25 1 മിനിറ്റ് വരെയൊക്കെ ഏകദേശം ഒരു 50 സെക്കൻഡ് വരെ നമുക്ക് ചില ആളുകൾക്ക് ശ്വാസം അങ്ങനെ കൺട്രോൾ ചെയ്തിട്ടൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ മലയാള ഗാനങ്ങളിലൊക്കെ ഏകദേശം അങ്ങനത്തെ ഒരു 20-25 സെക്കൻഡ് നമുക്ക് പാട്ട് ഉള്ളത് കേൾപ്പത്. പിന്നെ അതിൻ്റെ ഇടക്കത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടോ. അപ്പോൾ സാർ ചോദിച്ച വലിയ ചോദ്യമാണ്. പക്ഷെ അതിന് നമ്മൾ ഒരു സമയത്ത് കുറ്റം പറഞ്ഞാലും ഉത്തരം പറഞ്ഞാലും എത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ശ്വാസം എടുക്കുന്ന രീതി, അപ്പോൾ നമ്മളൊരു പാട്ടിൻ്റെ ഇടയിൽ 1 സെക്കൻഡിൽ നമുക്ക് മൈക്കൊന്നും മാറ്റിയിട്ട് ഇത്രയും മതി, ശ്വാസം രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പാട്ടിൻ്റെ ഫീൽഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തു വരുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ മറുപടി തൃപ്തികരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഷാനിന്റെ കുടുംബത്തിലോ മറ്റോ ആരെങ്കിലും സംഗീതം ഇഷ്ടപ്പെടുന്നവരുണ്ടോ, പാട്ടുകാരുണ്ടോ, താങ്കളുടെ മക്കളോ മറ്റോ ഈ സംഗീതം അഭ്യസിക്കുന്നുണ്ടോ, താല്പര്യമുണ്ടോ? അതിനെക്കുറിച്ച് മറുപടി ചോദിച്ചിട്ടുണ്ട്. ഫൈസൽ സാർ ചോദിച്ചത് എൻ്റെ കുടുംബത്തിലോ മറ്റാരെങ്കിലും പാടുന്നുണ്ടോ എന്ന ചോദ്യമാണ്. മക്കളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പാടുന്നുണ്ടോ എന്ന ചോദ്യമാണ്. ഈ ചോദ്യം എന്നോട് ഞാൻ ഈ നമ്മുടെ കൂട്ടായ്മ പ്രോഗ്രാമിലൊക്കെ ഇടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ അവിടുന്ന് എന്നോട് എൻ്റെ സുഹൃത്ത് ചോദിച്ചു, ഷാനവാസിൻ്റെ വീട്ടിൽ ആരാ പാടുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ ആരും അതിനെ പാടി കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചോദിച്ച സുഹൃത്ത് നന്നായിട്ട് പാടുന്ന ആളാണ്, നന്നായിട്ട് പാടുന്ന സുഹൃത്താണ്. ഇപ്പോൾ സിനിമയിലൊക്കെ മ്യൂസിക് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ആളാണ്. ഇപ്പോൾ ഗാനമേള കഴിഞ്ഞ ആഴ്ച മണ്ണാർക്കാട് വലിയൊരു 25,000 വാർഡ്സിൻ്റെ 30,000 വാർഡ്സിൻ്റെ ഗാനമേള അറ്റൻഡ് ചെയ്ത സുഹൃത്താണ്. അപ്പോൾ ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു, അങ്ങനെ വരാൻ വഴിയില്ല, ഷാനവാസിൻ്റെ വീട്ടിൽ ആരെങ്കിലും പാടാത്ത ഷാനവാസിന് കഴിവ് ഇങ്ങനെ പാടാനുള്ളതൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പാടി കേട്ടിട്ടില്ല, എൻ്റെ അമ്മയൊക്കെ അങ്ങനെ പാട്ട് പാടുന്ന കേട്ടിട്ടില്ല. അങ്ങനെ അന്ന് ആ ദിവസം പ്രോഗ്രാം കഴിഞ്ഞ് വന്ന ദിവസം ഞാൻ വീട്ടിൽ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ പിന്നെ എൻ്റെ മകൾ +1 പഠിക്കുന്ന മകളാണ്. അവൾക്ക് ഞാൻ ഈ പാട്ട് ഇപ്പം നമ്മൾ ഈ പാട്ട് ഇല്ലെന്നാണ് പാട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പാടാൻ കൊടുത്തു. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയത്, ഞാൻ ആ പാട്ട് പാടുമ്പോൾ പല പ്രാവശ്യം എനിക്ക് ട്രാക്ക് തെറ്റി പോയിട്ടുണ്ട്. പക്ഷെ അവൾ ആ പാട്ട് വളരെ ഈസി ആയിട്ട് ആദ്യമായിട്ട് ജീവിതത്തിൽ പാട്ട് പാടുന്ന കേൾക്കുകയാണ്. അപ്പോൾ ട്രാക്ക് അല്ലെങ്കിൽ ട്യൂണോ എവിടെയും പോകാതെ കറക്റ്റായിട്ട് അവളെ കൊണ്ട് ആ പാട്ട് ഏകദേശം ഫുള്ളായിട്ട് പാടാൻ കഴിയും. അപ്പോൾ എന്നോട് അന്ന് സുഹൃത്ത് പറഞ്ഞു, നിൻ്റെ അപ്പയമ്മയെ പാടില്ല, നിൻ്റെ ഏതെങ്കിലും കുട്ടികളോ നിനക്ക് പാടാൻ കഴിവുണ്ടാവും, ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അന്ന് ആ സുഹൃത്തിൻ്റെ വാക്ക് കേട്ടാൽ ഞാൻ അന്ന് ആദ്യമായിട്ട് എൻ്റെ മോളോട് പാടാൻ പറഞ്ഞു. അപ്പോൾ അവൾ അന്നത് വളരെ ഈസി ആയിട്ട് ഈ പാട്ട് നമ്മളിപ്പോൾ ഇന്ന് കുറച്ച് മുന്നേ പാടിയ പാട്ട് വളരെ ഭംഗിയായിട്ട് എനിക്ക് പാടി കേൾപ്പിച്ചു തന്നു. ഇല്ല, അവളെ പരിപ്പത്ത് വരുന്നു. അപ്പോൾ അത് എന്തെങ്കിലും അവരൊരു ഇതുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ മറുപടി തൃപ്തികരമായി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് അനീസ്. ഞാൻ എന്താ പറയുക, ഇവിടെ വന്നതിന് ശേഷം ബ്രേക്ക് അക്കാദമി വന്നതിന് ശേഷമാണ് പാട്ട് എന്നുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഗ്രൂപ്പിലെല്ലാം ആഡായത്. എന്നെക്കൊണ്ടും എന്താ പറയുക പാടാൻ കഴിയണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇവിടെ വന്നത്. ജീവിതത്തിൽ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് മൈക്കിൽ പാടുന്നത്. ഇതുപോലെ നിങ്ങളെ ഈ എന്താ പറയുക പാട്ടുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളിൽ ഏകദേശം എന്നായിരിക്കും ഈ ഒരു തിരിച്ചറിവും ഈ ഒരു പാട്ടിൻ്റെ മേഖല പരിപോഷിക്കാൻ ഉണ്ടായ കാരണം? അനീഷ ചോദിച്ചത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. കാരണം ഈ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം
ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഏകദേശം 1 വർഷം 1.5 വർഷമായിട്ട് ശരിക്കും മൈക്കെടുത്ത് പാടാൻ തുടങ്ങിയിട്ടുള്ളൂ. വലിയ പാട്ടുകാരനാണ് എന്നുള്ള എനിക്ക് ഒരു ഇതുമില്ല, ഞാൻ പറയുന്നില്ല. പാട്ട് ഞാനൊക്കെ ഏറ്റവും അടി കിടക്കുന്ന ആളാണ് പാട്ടിൻ്റെ കാര്യത്തിൽ. പിന്നെ ഈ സാറ് ചോദിച്ച ചോദ്യം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഈ പാട്ടുകൾ എനിക്ക് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ഇപ്പോഴത്തെ പാട്ടല്ല, ഒരു 20-25 വർഷങ്ങൾക്ക് മുന്നേക്ക് നമ്മൾ മലയാള സംഗീത ചരിത്രകാരങ്ങൾ നമ്മൾ അതിനൊരു പ്രത്യേക ഒരു രസമുള്ള പാട്ടായിരുന്നു. നല്ലൊരു ഭാവവും ദാസേട്ടൻ്റെ പാട്ട്. ഇപ്പോൾ ദാസേട്ടൻ്റെ പാട്ട് നമ്മൾ കേൾക്കാറില്ല, പുതിയ പാട്ടുകളില്ല, അദ്ദേഹത്തിന് പാടാറില്ല. അപ്പോൾ ആ പാട്ടുകൾ നമ്മൾ അന്നൊക്കെ റേഡിയോ ആണ് നമുക്ക് പാട്ട് കേൾക്കാനുള്ള മാധ്യമം. TV, മൊബൈൽ ഫോൺ കാര്യങ്ങളൊന്നും വ്യാപകമായിട്ടില്ല. മൊബൈൽ ഫോൺ ഇറങ്ങിയിട്ട് 10 വർഷമായിട്ടുള്ളൂ. അന്നൊക്കെ നമുക്ക് 20-25 വർഷം അല്ലെങ്കിൽ 30 വർഷം മുന്നേ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് എല്ലാ വീടുകളിലുമുള്ള ഒരു മാധ്യമമാണ് റേഡിയോ. ഈ റേഡിയോയിൽ കൂടെ പ്രധാനപ്പെട്ട ഏറ്റവും അവരുടെ റേഡിയോ പ്രക്ഷേപണത്തിൻ്റെ ഏറ്റവും വാർത്ത കഴിഞ്ഞാൽ അടുത്ത ഒരു സ്റ്റേജ് ചലച്ചിത്ര ഗാനങ്ങളാണ്. ഈ ചലച്ചിത്ര ഗാനങ്ങൾ ചെറുപ്പത്തിലെ നമ്മൾ കേട്ട് നമുക്ക് ഈ പാട്ടിനോടുള്ള ഇമ്പം, പാട്ട് എന്നുള്ളൊരു സംഗീതത്തിൽ ഇഷ്ടം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിൽ കയറുക എന്നൊരു സംഗതിയാണ്. അങ്ങനെ ഇപ്പോഴത്തെ പുതിയ തലമുറ, ഇപ്പോൾ ഒരു 18-20 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സായ കുട്ടികൾക്ക് റേഡിയോയിൽ പാട്ട് കേൾക്കാറില്ല, അതെന്താ സംഗതി ചോദിക്കും. അവർക്ക് അറിയില്ല എന്താ റേഡിയോ പോലും അറിയാത്ത ന്യൂ ജനറേഷൻ കുട്ടികൾ. അപ്പുറത്തെ തലമുറ അവർക്ക് മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റും കാര്യങ്ങളും അറിയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഉപയോഗിക്കുന്ന ഫോണിൽ റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാനിപ്പോഴും പാട്ട് കേൾക്കുന്നത് റേഡിയോ നമ്മൾ മൊബൈൽ ഫോണിൽ കേൾക്കുകയാണെങ്കിലും ആ പഴയ റേഡിയോ ഓണാക്കിയിട്ട് അതിനകത്ത് നമ്മൾ ഈ തൃശ്ശൂർ സ്റ്റേഷൻ്റെയും കോഴിക്കോടിൻ്റെയൊക്കെ പാട്ടുകൾ, അതും ഇപ്പോഴും അവർ ആ പഴയ രീതിയിലുള്ള പാട്ടുകളും. അപ്പോൾ ഞാനും ഓരോ പാട്ട് ഇങ്ങനെ ഇന്ന ആ ചരിത്രമെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ആ പാട്ട് അതിൻ്റെ ട്യൂണ് വരുമ്പോഴത്തേന് ഞാൻ എൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ വൈഫിന് പാടി കൊടുക്കും. ഇന്ന പാട്ടാണ് ആ പാടാൻ പോകുന്നത്, ട്യൂൺ ഇന്നതാണെന്നുള്ളത് പാടി കൊടുക്കുമ്പോൾ പാട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ വരികൾ പാടി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം മക്കളെ എന്നോട് ചോദിച്ചിട്ട് ഈ പറഞ്ഞ മോളും ഈ മോനും എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പം എന്തായാലും പാട്ടുകാരനായി മാറാനിരിക്കുന്നത്. ആ ചോദ്യമാണ് എൻ്റെ ഈ ഒരു മൈക്കെടുത്ത് പാടാനുള്ള പ്രചോദനങ്ങൾക്ക് എത്തിച്ചത്. കാരണം പാട്ടിനെ കുറിച്ച് എല്ലാ വരികളും എല്ലാ കാര്യം ഏത് പാട്ടാണ് എന്നെ അറിയുകയും ചെയ്യാം. ഇപ്പം എന്താ പാട്ടുകാരനായി മാറാനെന്നുള്ളത് എൻ്റെ മക്കളിനോട് ചോദിച്ചു. അങ്ങനെ ഒരു സാർ ചോദിച്ച ചോദ്യം എന്നാണത് എന്നുള്ളത്. ഒരു 1.5 വർഷം മുന്നേ കണ്ണൂരിലേക്ക് ഒരു ട്രിപ്പ് പോകേണ്ട ആവശ്യം, ഒരു വണ്ടിയിൽ. അപ്പോൾ എല്ലാവരും അവരെ കൊണ്ട് ചെയ്യുന്ന രീതിയിലൊക്കെ പാടുന്നുണ്ട്. പാട്ട് പ്രസംഗമായി മാറുന്നുണ്ട്, പ്രസംഗം അലറലായിട്ട് മാറുന്നുണ്ട്, പേര് പാട്ട് തന്നെ. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, എന്താ വിവരം ഇങ്ങനെ പാടുന്നത് ഈ പാട്ടിന്. ഞാനിതൊരു മൈക്കെടുത്ത് പാടിയിട്ടില്ല, പക്ഷെ ആ പാട്ട് ഇന്നതാണ്, ഇന്ന രീതിയിലാണ് പാടുന്നത് എനിക്കറിയാം. അപ്പോൾ ഞാൻ ആ മൈക്കെടുത്തിട്ട് ഞാനൊന്ന് പാടി നോക്കിയപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തിട്ട് അങ്ങനെ റെക്കോർഡ് ചെയ്തു. കാരണം പാടുമ്പോൾ തെറ്റുമല്ലോ. അപ്പോൾ അവർക്കത് കളിയാക്കേണ്ട രൂപത്തിലൊന്നും അതിന് കിട്ടിയില്ല. ഏകദേശം പകുതി വെച്ചിട്ട് പാട്ട് അവസാനിപ്പിച്ചു. രണ്ടാമത്തെ പാട്ട് ഞാൻ പാടിയപ്പോൾ ആരും ഫോൺ എടുത്തില്ല, എല്ലാവരും പാട്ട് കേട്ടിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ തീരെ കളിയാക്കാൻ അന്നാണെങ്കിൽ അവിടെ എന്തെങ്കിലും തെറ്റുണ്ടോ അത് എടുത്തിട്ട് ഗ്രൂപ്പിൽ ചാമ്പാൻ വേണ്ടിയിട്ടാണ് ഈ ഫോൺ എടുക്കുന്നത്, അല്ലാതെ നമ്മൾ പാട്ട് ആസ്വദിച്ചിട്ട് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ടാമത്തെ പാട്ട് പാടിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും പാട്ട് കേട്ടിരിക്കണം, ആരും ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ പാട്ട് അവർക്ക് പാട്ടായി തോന്നുന്നുണ്ട്. അങ്ങനെയാണ് പിന്നെ ഞാൻ ഈ 1-2 പാട്ടൊക്കെ പാടി ഗ്രൂപ്പിൽ അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ അവർ അങ്ങനെ ഷെയർ ചെയ്ത് അങ്ങനെ പിന്നെ അങ്ങോട്ട് പോയി. അങ്ങനെയാണ് ഞാൻ ഔപചാരികമായിട്ട് ഞാനിപ്പോൾ എത്തിപ്പെട്ട SN മ്യൂസിക് അക്കാദമിയിൽ അങ്ങനെ ഔപചാരികമായിട്ട് അങ്ങനെ എത്തിപ്പെട്ടാണ്. അവിടെ എത്തിയോട് കൂടിയിട്ട് പിന്നെ നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ പാട്ടിൻ്റെ കഴിവ് തേച്ച് മിനുക്കി എടുത്തും പിന്നെ ബാക്കി ഗ്രൂപ്പിൽ അങ്ങനെ അങ്ങോട്ട് ഡെവലപ്പായിട്ട് എടുക്കാൻ കഴിയുന്നു. എൻ്റെ മറുപടി തൃപ്തികരമായി വിശ്വസിക്കുന്നു.